കൊടുങ്ങല്ലൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് കുളമായി. വാഹനയാത്രികർക്ക് ചതിക്കുഴിയാവുകയാണ് അധികൃതരുടെ അനാസ്ഥ. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാക്കുളം ജംഗ്ഷനിലാണ് റോഡിന് നടുവിൽ 2 അടിയിലധികം താഴ്ചയുള്ള കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. 2 ആഴ്ചയിലധികമായി ഇതാണ് അവസ്ഥ. നിരവധി ആഴ്ചകളായി അല്ലെങ്കിൽ മാസങ്ങളോളമായി ഈ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സ്കൂൾ തുറക്കുമ്പോൾ നമുക്കറിയാം, പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വരുന്ന എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പോകാനുള്ള ഏക മാർഗമാണ് ഈ റോഡ് മുഖാന്തരമാണ് അവർക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുക. അപ്പോൾ കുട്ടികൾ നമുക്കറിയാം, സൈക്കിളിന് വരുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ 2 വീലറിന് വരുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണിത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിരവധി പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ട് അവർ പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതിന് പുറമെ ഇവിടം അപകട മേഖലയായി മാറുകയുമാണ്. റോഡിലെ കുഴി നികത്തേണ്ടത് ദേശീയപാത നിർമ്മാണ കരാറുകാരനാണെന്ന നിലപാടിലാണ് വാട്ടർ അതോറിറ്റി. എന്നാൽ ഇക്കാര്യത്തിൽ പങ്കില്ലെന്നാണ് കരാർ കമ്പനിയുടെ പക്ഷം. സുരക്ഷിത യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അധികൃതരുടെ നിലപാട് വലിയ അപകടത്തിനിടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാനെന്നും പറഞ്ഞ് ഏകദേശം 3 മാസക്കാലം അവർ വലിയൊരു ഏകദേശം ഒരു 20 അടി താഴ്ചയിൽ ഇത് കുഴിച്ചിട്ടിട്ട് നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം, പല 2 വീലറുകളും വന്നിട്ട് ഈ കുഴിയിൽ ചാടിയിട്ട് അപകടാവസ്ഥയിലാണ്. പല ആളുകളും ആശുപത്രിയിൽ പരിക്ക് മുഖാന്തരം ആശുപത്രിയിൽ കിടക്കുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.